ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി വീട്ടിലേക്ക് വന്നതും അച്യുതനും അംബികയും അവളോട് പറയുന്നുണ്ട്, നമ്മൾ ഈ നാട് വിട്ടു പോവാണ്, നമ്മുടെ പഴയ നാട്ടിലേക്ക്. നാളെ അവിടേക്ക് പോകണം. എന്നാൽ ഭൂമി പറയും, ഇല്ല, ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല. അച്ഛനെ നല്ലൊരു ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യണം. അച്ഛന് ചികിത്സയ്ക്ക് ഉത്തമം ഇവിടെ തന്നെയാണ്. അങ്ങനെ അച്യുതൻ പറഞ്ഞെങ്കിലും ഭൂമി വേണ്ട എന്ന് തന്നെ തർക്കിച്ച് പറയാണ്. ഭൂമിയുടെ വാശിക്ക് മുമ്പിൽ അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഒന്നും എതിർത്ത് പറയാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അച്യുതനും അംബികയും പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും അച്ചോട്ട, എല്ലാം നല്ലതിനാണെന്ന് കരുതാം. നമുക്ക് ഇവിടെ വിട്ടു പോവേണ്ട മോള്. പോരാതെ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ പോവും? മോളുടെ മനസ്സിലും എന്തൊക്കെയോ ടെൻഷനുണ്ട്. നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിക്കാം. അംബികെ, മോളെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നിടത്തോളം അപകടമാ. അവളെ അവർ തിരിച്ചറിഞ്ഞ് അവളെ കൊണ്ടുപോകുമ്പോൾ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ചോട്ടൻ അതൊന്നും ആലോചിക്കേണ്ട, അങ്ങനൊന്നും സംഭവിക്കില്ല എന്നവൾ ആശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിയോട് കൽവിവാഹ നിശ്ചയത്തിനുള്ള ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഭൂമിയെ വിവാഹം കഴിക്കും. മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടു കൂടെ അവളുടെ വിരലിൽ മോതിരമണിക്കുമെന്ന് പറഞ്ഞ വിവരം തന്നെ അഞ്ജന ഭവാനിയെ അറിയിക്കാണ്. അവൾ ജീവിച്ചിരുന്നാലല്ലേ അങ്ങനെ സംഭവിക്കൂ, അവൾ മരിച്ചു കഴിഞ്ഞാലോ? എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും റൊമാൻസിലാ. ഞാൻ കണ്ടതാ, അവൻ്റെ കൂടെ അവൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ ഒരു ബൈക്കിൻ്റെ പുറകിലിരുന്നുകൊണ്ട്. എനിക്കത് കണ്ടപ്പോൾ തൊട്ടേ കലി കയറിയതാ എന്നെല്ലാം അവളിങ്ങനെ ദേഷ്യത്തിൽ പറയാ. മോളെ, നീ ഒന്നടങ്ങ്. എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജനയോട് പറഞ്ഞ് അതിനുശേഷം കമാലിനെ വിളിച്ച് പറയും, എന്തായാലും നീ എൻ്റെ മകളുടെയും ജീവനങ്ങൾ എടുക്കാൻ നല്ലത്. അവൻ്റെ മകളും ജീവിച്ചിരിക്കാൻ പാടില്ല. അച്ഛനെയും മകളെയും കൊന്നു കളഞ്ഞേക്കണം. നാളെ 1 മണിക്ക് മുമ്പായിട്ട് നീ അത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് കമാലിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ വരാണ്. അവിടെ അഭിമാനത്തോടു കൂടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളാണെന്ന് വളരെ അഭിമാനത്തോടു കൂടെ ഞാൻ അത് എല്ലാവരോടും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളിയായി ഒരുങ്ങിക്കൊണ്ടാണ് കേട്ടോ ഭൂമി പോകുന്നത്. അങ്ങനെ ഫാദേഴ്സ് ഡേ എന്നൊരു ബോർഡ് എഴുതിക്കൊണ്ട് തന്നെ അച്യുതൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പതിപ്പിച്ചിട്ടുണ്ടാവും. മൈക്കിൻ്റെ മുകളിലെത്തി ഭൂമിയെക്കുറിച്ചെല്ലാം അച്യുതൻ പറയുമ്പോൾ കണ്ണുകൾ നിറയാണ്. ആ സമയത്ത് ഫാദേഴ്സ് ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന ബോർഡിന് പകരമായിട്ട് അവിടെ തന്നെ നമ്മുടെ സത്യൻ സാറിൻ്റെ ഫോട്ടോയും വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ മനസ്സ് പൊട്ടി തൻ്റെ മകളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അച്യുതന് എന്തോ ഒരു വേണ്ടാധീനം ചെയ്യുന്ന സമയത്ത് തന്നെ സത്യദാസ് അയാളുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. തൻ്റെ അച്ഛനെ അടിച്ചതും ഒട്ടും ഇഷ്ടപ്പെടാതെ ഭൂമി പൊട്ടിക്കരയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവർക്ക് മനസ്സിലാവാണ് കേട്ടോ, ഭവാനിക്ക് ഉറപ്പാവാണ് ഇനി ഈ അച്ഛനും ഏത് നിമിഷവും അച്യുത സത്യങ്ങളൊക്കെ വിളിച്ച് പറയും. അതിനു മുമ്പേ രണ്ടുപേരെയും ഇല്ലാതാക്കണം. എൻ്റെ മകൾക്കും ഇപ്പോൾ അവളൊരു ഭീഷണിയാണ്. അവളുടെ വിവാഹ നിശ്ചയം നടക്കുന്ന മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവണം എന്ന് പറഞ്ഞ് കമാലിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ദിവസം ഭൂമി ഇങ്ങനെ ഷോപ്പിൽ പോണ ആ ഒരു ദിവസം തന്നെ ആകെപ്പാട് ടെൻഷൻ ആയിക്കൊണ്ട് നടക്കുകയാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്, തൻ്റെ മകളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്താലാണ്. ആ സമയം അംബികയൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോവാൻ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ ചോദിച്ച് മദ്യപിച്ചുകൊണ്ടാട്ടോ വരുന്നത്. അങ്ങനെ മദ്യപിച്ചെത്തിയ അംബികയും അച്യുതനും പതിവില്ലാതെ അന്ന് വഴക്കടിക്കാണ്. അയൽപക്കത്തുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ട്. ഈ സമയം കമാലാണെങ്കിലോ ആരും അറിയാതെ അകത്ത് കയറുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വീഡിയോ അവരെ കൊലപ്പെടുത്തി എന്നറിയിക്കാനായിട്ട് ഒരു ഫോൺ തന്നെ, ഒരു ക്യാമറ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ഇയാളെ കൊലപ്പെടുത്താനായിട്ട് അകത്തേക്ക് കയറുന്നത്. മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് വാതിൽ കുറ്റിയിടാണ്. അപ്പോൾ അംബിക വന്നിട്ട് തടയുന്നുണ്ട്. അച്യുതനെ കെട്ടിയിട്ട് അച്യുതൻ നേർക്ക് കത്തി ഓങ്ങുന്നുണ്ട്. അങ്ങനെ അംബിക ഒന്ന് തടയും, എന്താ നിങ്ങൾ എന്തായി കാണിക്കുന്നത്, വീട് എന്നൊക്കെ പറയുമ്പോൾ അംബികയെ ഒറ്റ തള്ളായിരിക്കും. തലയുടെ ബാക്കടിച്ചിട്ട് ചുമരോട് ചാരി അവരങ്ങ് ബോധം കെടാട്ടോ. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കുത്തേറ്റ് കിടക്കുന്ന അച്യുതനെയാണ് കാണുന്നത്. അപ്പോഴേക്കും അകത്തിങ്ങനെ വല്ലാതെ ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഭൂമിയെ വിളിച്ച് അയൽപക്കത്തുള്ള ആളുകൾ പറയുന്നുണ്ട്, മോളെ, നീ വീട്ടിൽ വല്ലാതെ വഴക്ക് നടക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല.
കതക് തട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. അപ്പോൾ ഭൂമിയുടെ കൂടെ പോലീസും വരുന്നുണ്ട്, അജയും വരുന്നുണ്ട്. ആ സമയത്തിന് ബോധം തെളിഞ്ഞ അംബിക കതകിലിങ്ങനെ തട്ടി കേൾക്കുമ്പോൾ അംബിക എണീക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ കൺമുമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ കത്തി അവൾ വലിച്ചൂരുന്നുണ്ട്. ആ നെഞ്ചിലേക്ക് വീണ് ആ കത്തിയും പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാട്ടോ. അങ്ങനെ വാതിൽ തള്ളി തുറന്ന അജയ് കാണുന്ന ദൃശ്യം ആ ഒരു കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന അച്യുതനെയാണ്. അത് കണ്ടതും ഭൂമിക്ക് സകല ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് ഇരുന്ന് പോവാൻ തൻ്റെ ജീവനായ അച്ഛനാരോ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. അവൾ ഈർന്ന് താഴേക്ക് ഇരിക്കാണ്. അംബികയാണെന്ന് ആ ഒരു പോലീസിൻ്റെ ഒരു നിഗമനം. കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അംബിക ഭർത്താവിനെ കുത്തിക്കൊന്നതായിട്ട് തന്നെ സ്ഥിരീകരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അമ്മ ഒരിക്കലും അച്ഛനെ അത് ചെയ്യില്ലെന്ന് നന്നായിട്ട് അറിയാവുന്ന ഭൂമി എതിർക്കുന്നുണ്ട്. പക്ഷേ തെളിവുകളെല്ലാം അമ്മയ്ക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മയെ അറസ്റ്റ് ചെയ്താലും നമുക്ക് പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ ഭൂമി, അമ്മയെ രക്ഷിക്കാം എന്ന് പറയാട്ടോ. അങ്ങനെ മറ്റേ പുറത്താണെങ്കിലോ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുക. ഇവിടെ അച്യുതനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ചിതക്ക് തീ കൊളുത്തുന്ന ആ ഒരു സമയത്ത് കറക്റ്റ് സമയത്ത് അജയ് വരുന്നുണ്ട്. അജയും ഭൂമിയും കൂടെയാണ് ഭൂമിയുടെ അച്ഛനെ ആ ഒരു ചിതക്ക് കൊടുക്കുന്നത്. നിശ്ചയ സമയത്ത് പോലും അവിടെ അജയ് നിൽക്കുന്നില്ല കേട്ടോ. അജയുടെ മനസ്സിലാണെങ്കിലോ ഭൂമി എങ്ങനെയെങ്കിലും ഭൂമി ഈ ഒരു അവസ്ഥയിൽ ഭൂമിക്ക് താങ്ങാനാവില്ലെന്ന് അജയ്ക്കറിയാം. അങ്ങനെ താങ്ങും തണലുമായിട്ട് തന്നെ അവൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അച്യുതൻ്റെ എല്ലാ ചടങ്ങുകളും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അമ്മയെ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. എൻ്റെ അമ്മ ഒരിക്കലും സാറേ എൻ്റെ അച്ഛനെ കൊല്ലില്ല, അതെനിക്കറിയാം. പക്ഷേ ഭൂമി, തെളിവുകളും സാക്ഷികളും നിൻ്റെ അമ്മയ്ക്കെതിരെയാണ്, നമുക്ക് കോടതിയിൽ നിന്ന് രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭൂമിക്ക് ഒരിക്കലും അംബികയെ രക്ഷിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ അംബികയെ രക്ഷിക്കാനുള്ള വക്കീൽ ഫീസിൻ്റെ പണത്തിന് വേണ്ടിയാണ് അവൾ അജയെ വിവാഹം ചെയ്യുന്നത്, കോൺട്രാക്ട് മാരേജ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.